അവർ ഡിഫെൻസീവ്ലി സെറ്റപ്പ് ചെയ്തെന്നോ ഡിഫെൻസീവ്ലി കളിച്ചെന്നോ ഉള്ള നിങ്ങൾ ഇപ്പം ആഴ്സണൽ ഫാൻസിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ യുണൈറ്റഡ് ആണ് ഇപ്പോൾ ഇങ്ങനെ കളിച്ച് ഇരിക്കുന്നെങ്കിൽ എനിക്ക് അപ്പോൾ കപ്പടിച്ചെന്ന് വെച്ചു. അപ്പോൾ ആഴ്സണൽ തന്നെ കപ്പടിച്ചെങ്കിൽ നിങ്ങൾ അതിനെ ഒരു ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അതിനെ പറഞ്ഞാണ്. പക്ഷേ ഇത് കൃത്യമായിട്ട് യുണൈറ്റഡ് എന്താ പറയുക, യുണൈറ്റഡ് ആണെങ്കിൽ പോലും ഐ വോണ്ട് കെയർ. ഇപ്പോൾ യുണൈറ്റഡ് ആണ് കളിക്കുന്നതെങ്കിൽ യുണൈറ്റഡ് ഈ ഒരു സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ അടിക്കുന്ന ടൈപ്പ് ഒരു ലോ ബ്ലോക്ക് കളിച്ച്, അതായത് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ട് പിന്നീട് സിറ്റ് ബാക്ക് ചെയ്ത് 1-0 ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യില്ല. ബിക്കോസ് ആ കപ്പെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി യുണൈറ്റഡിനുള്ളതാണ്. മനസ്സിലായോ? പിന്നെ രണ്ടാമത്തെ 10 കൊല്ലം കഴിഞ്ഞിട്ട് ആരും വന്നിട്ട് അന്ന് യുണൈറ്റഡ് ഇത് കളിച്ചിട്ടാണ് കിട്ടിയത് അല്ലെങ്കിൽ ആഴ്സണൽ ഇത് കളിച്ചിട്ടാണ് കപ്പ് കിട്ടിയതെന്ന് ആരും ഡിസ്കസ് ചെയ്യില്ല. അവർ നോക്കുമ്പോൾ 2026 ചാമ്പ്യൻസ് ആഴ്സണൽ ആണോ, ഓക്കെ, അത്രേ വരുള്ളൂ. അല്ലാതെ ആരെന്ത് കളിച്ചു ഒന്നും വരത്തില്ല. അപ്പോൾ നിങ്ങളിത് എ സി മിലാൻ 2003 ഏത് ടൈപ്പ് ഓഫ് ഗെയിമാണ് കളിച്ചത്, അല്ലെങ്കിൽ 1994 മാർസയിൽ ഏത് ഗെയിമാണ് കളിച്ചതെന്ന് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വഴിയേയില്ല. എനിക്കും അറിയത്തില്ല. ബട്ട് ദേ ആർ ഇൻ ദ ഹിസ്റ്ററി ബുക്സ്. അതാണ് മെയിൻ തിങ്. മനസ്സിലായോ? അപ്പം